ഡിജിറ്റൽ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജിജിത. പ്രധാന വാർത്തകൾ. ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മൈക്കിൾ ബി ജോർദൻ മികച്ച നടൻ, നടി ജെസ്സി ബക്ലി. ദുബായ് വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണം. ഇറാൻ ഡാൻസിംഗ് മിസൈൽ വിക്ഷേപിച്ചു. ലക്ഷ്യം US. 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ഒഡീഷയിലെ മെഡിക്കൽ കോളേജിൽ വൻ തീപിടുത്തം, 10 രോഗികൾ മരിച്ചു. കരൂർ ദുരന്തം, CBI ആസ്ഥാനത്ത് വിജയ്. BCCIയുടെ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. 98ാം ഓസ്കാർ അവാർഡിന് ബോളിവുഡിൽ തുടക്കം. മൈക്കിൾ ബി ജോർദൻ സിന്നേഴ്സ് എന്ന ചിത്രത്തിലൂടെ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഹാം നൈറ്റ് എന്ന ചിത്രത്തിലൂടെ ജെസ്സി ബക്ലിയാണ് മികച്ച നടി. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് മികച്ച ചിത്രം. പോൾ തോമസ് ആൻഡേഴ്സൺ മികച്ച സംവിധായകനായി. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണം. പരിസരത്തെ ഒരു ഇന്ധന ടാങ്കിന് തീപിടിച്ചു. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. സംഭവത്തിൽ ഇതുവരെ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാൻ ഡാൻസിംഗ് മിസൈൽ വിക്ഷേപിച്ചു. ഇതാദ്യമായാണ് യുദ്ധത്തിൽ ഡാൻസിംഗ് മിസൈൽ വിക്ഷേപിക്കുന്നത്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം സജ്ജൽ മിസൈൽ ആദ്യമായിട്ടാണ് പശ്ചിമേഷ്യയിലെ യൂസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ വിക്ഷേപിക്കുന്നത്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ തന്നെ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ്. 2000 കിലോമീറ്റർ പരിധിയിൽ 700 കിലോഗ്രാം ആയുധം വഹിക്കാൻ കഴിയുന്ന മിസൈലാണിത്. ഉയർന്ന ഉയരത്തിൽ ദിശ മാറ്റി സഞ്ചരിക്കാൻ കഴിവുള്ളതിനാലാണ് ഡാൻസിംഗ് മിസൈൽ എന്ന് വിളിക്കുന്നത്. ഹരിയാന, ഹിമാചൽ പ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, ഒഡീഷ, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, ബീഹാർ, ഛത്തീസ്ഗഡ് എന്നീ 10 സംസ്ഥാനങ്ങളിൽ നിന്നും 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെ വോട്ടെടുപ്പ് തുടരും. ആകെ 37 സീറ്റുകളിൽ 26 സ്ഥാനാർത്ഥികൾ ഇതിനോടകം എതിരാളികളില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ എന്നിവർ മത്സരരംഗത്തെ പ്രമുഖ നേതാക്കളാണ്. ഒഡീഷയിലെ കട്ടക്കിലുള്ള SCB മെഡിക്കൽ കോളേജിലെ ട്രോമ കെയർ വിഭാഗത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ വൻ തീപിടുത്തമുണ്ടായി. അപകടത്തിൽ 10 രോഗികൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ICUവിന്റെ എയർ കണ്ടീഷനിംഗ് സിസ്റ്റത്തിന്റെ മെഡിക്കൽ ഉപകരണങ്ങളുടെയോ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലമാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് നിഗമനം. കാരൂർ ദുരന്തം അന്വേഷണത്തിനോടനുബന്ധിച്ച് ഇന്ന് രാവിലെ വിജയ് CBI ആസ്ഥാനത്തെത്തി. അന്വേഷണ ഉദ്യോഗസ്ഥരോട് വിജയ് സഹകരിക്കുന്നതായിട്ടാണ് വിവരം. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. BCCIയുടെ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വ്യക്തിഗത ബഹുമതികൾ നേടി ശുഭമാൻ ഗില്ലും സ്മൃതി മന്ദാനയും. ഗില്ലിന് ഇത് 2ാം തവണയാണ് ക്രിക്കറ്റ് ഓഫ് ദി ഇയർ അവാർഡിന് അർഹനാകുന്നത്. സ്മൃതി മന്ദാനയ്ക്ക് 5ാം തവണയും. തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ. കേരളത്തിലെ ഏപ്രിൽ 9-ന് തെരഞ്ഞെടുപ്പ് നടക്കും. പത്രികാ സമർപ്പണം മാർച്ച് 23 വരെ. സൂക്ഷ്മ പരിശോധന മാർച്ച് 24-ന്. മെയ് 9-ന് വോട്ടെണ്ണൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ ഇതേ സമയം ഡിജിറ്റൽ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ ന്യൂസ്. നേരിനൊപ്പം നേരോടെ നിർഭയം.